Happy birthday to you. Happy birthday to you. Happy birthday, Motel. Happy birthday to you. Hello guys, welcome back to Flying Frickies. It's Vikiran. It's Vireshma. പപ്പ മമ്മി. സോ ഇന്ന് നമ്മുടെ വീടിന്റെ സ്പെഷ്യൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളുടെ ബർത്ത്ഡേ ആണ്. പിന്നെ പപ്പയുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷനും. അതെ, ഇതെല്ലാം കൂടെ ഒരു സെലിബ്രേഷൻ ആണ്. നമ്മളിപ്പോ റിനെ ഹോട്ടലിലാണ്. ഇന്ന് ഇവിടുത്തെ ലഞ്ച് ബുഫേ ആണ് നമ്മൾ ഇന്ന് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. സോ നമുക്ക് വീട്ടിലേക്ക് പോവാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് റിനെ കൊച്ചിയിലാണ്, പാലാരോട്ടം. ഇവിടെയാണ് നമ്മൾ ഇന്ന് ബുഫേ ട്രൈ ചെയ്യാൻ വന്നേക്കുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ ഇവിടെയാണ് ഈ പ്രാവശ്യം തീരുമാനിച്ചേക്കുന്നത്. സോ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. ഓൾറെഡി നമ്മളിപ്പോൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ബട്ട് എന്നാലും നമ്മൾ ഒന്നും കൂടെ നമുക്ക് കാണിച്ചു തരാം. സോ ഇവിടെ നമ്മൾ കേക്കൊക്കെ നമുക്ക് ഉണ്ടാവും, നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ള കേക്കുകളാണ് കേട്ടോ. സോ പല വെറൈറ്റി കേക്ക്സ് ആണ്. സോ ഇതാണ് നമുക്ക് ലോഞ്ച് വരുന്നത്. നമുക്ക് വിശാലമായ നല്ലൊരു ലോഞ്ചാണ്. നമുക്ക് കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു ലോഞ്ചും കൂടെയാണ് നമുക്ക് ഉള്ളത്. നമുക്കിത് ഹോട്ടലാകുമ്പോൾ നമുക്ക് 4 സ്റ്റാർ ഹോട്ടലാണ്. നമുക്കിവിടെ റൂംസും അവൈലബിൾ ആണ്. സോ നമ്മൾ ഇപ്പോൾ പോകുന്നത് ദ പവീലിയൻ എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവരുടെ ബുഫേ നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. 12 o'clock ആയപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുഡെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പോലത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ല ഇപ്പോഴത്തെ അറേഞ്ച്മെന്റ്. കുറച്ചും കൂടെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അറേഞ്ച് ഒന്നും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പഴയത് കൊള്ളൂലെന്നല്ല, നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ട് കുറച്ചുകൂടി ഭംഗിയാക്കി. അതെ അതെ. സോ നമുക്ക് ഇവിടെ കുറെ പേർക്ക് ഇരിക്കാൻ പറ്റിയ ഡൈനിങ്ങും എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് തന്നെയാണെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാനുള്ള സ്പേസ്. ഇവിടെ മിക്കപ്പോഴും ഓഫീസ് ഗ്രൂപ്പ്സ് വരും ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ. സോ നമ്മൾ ഒരു സൈഡിൽ നമുക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടേബിള്. കാരണം വേറെയും ഗ്രൂപ്പ്സ് വരുമായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രൈവസിക്ക് വേണ്ടി നമുക്കൊരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്നപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള വെൽക്കം ഡ്രിങ്ക്സ് ആണ്. സോ ഇവിടെയാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആക്ച്വലി നമുക്ക് നടുക്കാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ നമ്മുടെ ഈ സൈഡിലാണ് നോൺ വെജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ റൈസും കപ്പ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നാലും കംപ്ലീറ്റ് നോൺ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പുറ സൈഡ് വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയനിൽ നമുക്ക് അവിടെയും റൈസ് ഐറ്റംസ് ഉണ്ട്, പുലാവ് അങ്ങനത്തെ ടൈപ്പൊക്കെയാണ് നമുക്കുള്ളത്. ഇപ്പോൾ കാണിക്കുന്നത് ഡെസേർട്ട് സെക്ഷൻ ആണ്. നമുക്ക് ഡെസേർട്ട് സെക്ഷനിൽ കേക്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പുഡിങ്, ബ്രൗണി, പിന്നെ എന്താണ് കാരമൽ കസ്റ്റേർഡ്, അതെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ വെജിറ്റേറിയൻ സെക്ഷനാണ്. വെജിറ്റേറിയനിൽ വെജിറ്റബിൾ ഫ്രൈസും അങ്ങനത്തെയൊക്കെയാണ് വരുന്നത്. അതിൻ്റെ കൂടെ പാസ്ത അങ്ങനത്തെ രീതിയിലൊക്കെ എല്ലാം നൂഡിൽസ് ഉണ്ട്. അതെ. സോ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള സാമ്പാർ, തോരൻ, അതെ, അതൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞ പ്ലെയിൻ റൈസ് ഉണ്ട്, പുലാവും ഉണ്ട്. അതും നല്ല ഒരിതാണ്. സോ ഇതാണ് ചോക്ലേറ്റ് മൂസ്. നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ള മൂസ് ആണ് കേട്ടോ ആക്ച്വലി. ഇത് റെഡ് വെൽവെറ്റ്. അതെ, ഇതാണ് ബ്രൗണി. ഇത് പപ്പ പറഞ്ഞത് അലുവ വെച്ചേക്കണ പോലെ ഉണ്ടെന്ന് പറഞ്ഞേ. സോ നമുക്കൊരു ചോക്ലേറ്റ് കേക്കും നമുക്ക് കട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. ഇത് കാരമൽ പുഡിംഗ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ സലാഡ്സ്. ഇത് വെജിറ്റേറിയൻ സലാഡ്സിന്റെ സെക്ഷൻ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം. ഇതും വെജിറ്റേറിയൻ മിക്സ്ഡ് ആണ്. ഇത് വരുന്നത് ദഹിവട, കേർഡ് റൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ആക്ച്വലി ഇവിടെ വെയിറ്റ് ചെയ്യണതാണ്. കാരണം നമുക്ക് സൂപ്പ് അവർ സെർവ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. സോ നമ്മൾ സൂപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്കുള്ളത് മാൻചോ ചിക്കൻ സൂപ്പാണ്.
നല്ല ടേസ്റ്റി ആണ് കേട്ടോ, സ്പൈസ് അല്ല. ആ നല്ല ടേസ്റ്റി ആയിരുന്നു. ആർക്കും കഴിക്കാന്നുള്ള ഒരു ഇതിലാണ് വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടോ സൂപ്പ്? നല്ല സൂപ്പാ. ഇത് വന്നിട്ട് ചിക്കൻ മാൻചോക്കി, ചിക്കൻ മാൻചോ സൂപ്പാണ്. ഞാനും പപ്പയൊക്കെ ഭയങ്കര പ്ലാനിങ്ങിലാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് സെക്ഷനാണ് സ്വീറ്റ്സിന്റെ. അപ്പൊ എന്തെടുക്കും എങ്ങനെ എടുക്കണം എന്നുള്ളതാ. സോ നമ്മൾ ഫസ്റ്റ് സലാഡ്സിലാണ് നോക്കിയത്. ഇവർക്കൊക്കെ പിന്നെ നോൺ മതി, അതുകൊണ്ട് നോണിലേക്കാണ് കൈ കിടത്തിയത് സലാഡ്സ്. സോ ഇതിനകത്ത് നമ്മൾ സലാഡ്സ് ആണ്. നോൺ വെജ് സലാഡാണ് ഫസ്റ്റ് എടുത്തത്. ഇത് ബീഫ് സലാഡ്, ഇത് ചിക്കൻ സലാഡ്, ഇത് എഗ് സലാഡ്, ഇത് സീ ഫുഡ് സലാഡ്. ചുരുക്കം പിന്നെ മൊത്തം നോൺ എടുത്തെന്ന് പറഞ്ഞാൽ മതിയില്ലേ? നോൺ സലാഡ്സ് നമ്മൾ ട്രൈ ചെയ്തത് അമ്മേന്റെ ടേസ്റ്റ് ആണ്. അമ്മ ഫുഡ് എങ്ങനെയുണ്ട് അമ്മേ? നല്ലതാണോ? സോ എൻ്റെ പ്ലേറ്റിന്റെ ഒരു ക്ലോസപ്പ് ലുക്കാണ് വെച്ചേക്കുന്നത്. ഞാനെല്ലാം നോൺ വെജ് സലാഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ എടുത്തത് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, കോളിഫ്ലവർ അങ്ങനെ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സീ ഫുഡിന്റെ ഫിഷ് മീൻ, പിന്നെ കുറച്ച് എഗ്ഗിൻ്റെ ഡീപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചിക്കൻ. അതാണ് ഞാൻ എടുത്തത്. ടേസ്റ്റ് നോക്കിയാ സീ ഫുഡ് ഒരു പോൺസ് ചിക്കൻ. സോ മമ്മി ആദ്യമേ മമ്മിക്ക് ഫേവറേറ്റ് ആയ റൈസ് ആണ്. അപ്പോൾ ചോറും കറി മാത്രം മതി എന്നാണ് മമ്മി നേരത്തെ പറഞ്ഞത്. സോ അതുകൊണ്ട് മമ്മി ചോറും പിന്നെ ചമ്മന്തിപ്പൊടിയും ഫിഷ് പിക്കിള് ഇതൊക്കെയാണ് ഫസ്റ്റ് മമ്മി എടുക്കുന്നത്. പിന്നെ മീൻ കറിയൊക്കെ വരുന്നുണ്ട് കുറേ. സോ മമ്മിക്ക് വേറെ ഡിഷൊന്നും മമ്മിക്ക് താല്പര്യമില്ല. സോ അതുകൊണ്ട് പപ്പയും മമ്മിയും ചോറും കറിയും അതൊക്കെ തന്നെയാണ് ട്രൈ ചെയ്തത്. മീനച്ചാറ്. മീൻകറി തേങ്ങ അരച്ചിട്ടൊക്കെയാണ് കേട്ടോ മീൻകറി വെച്ചത്. നല്ലൊരു സ്പൈസ് ഒന്നും ഇല്ല, നമ്മുടെ നാടൻ ഫിഷ് കറിയാണ്. നമ്മുടെ വീട്ടിൽ വെക്കുന്ന പോലൊക്കെ തന്നെ ഉള്ളൊരു ഫ്ലേവർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കപ്പയൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് കപ്പയൊന്നും അധികം നമ്മൾ ട്രൈ ചെയ്തില്ല. പിന്നെ വരുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണോ ചിക്കൻ കറി? ഞാൻ ട്രൈ ചെയ്തില്ല ആക്ച്വലി. സോ എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ചിക്കൻ കറി വെച്ചത്. ആക്ച്വലി ഞാൻ കുറെ ചിക്കൻ കഴിച്ചത് എനിക്ക് മതിയായി ചിക്കൻ. അത് കാരണം ഇപ്പൊ ചിക്കനൊന്നും തൊടാറില്ല. എല്ലാം ഞാൻ ബീഫിലാണ് ട്രൈ ചെയ്യണത്. ബീഫ് ഒരു ചൈനീസ് രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത് ഡ്രൈ ആയിട്ടാണ്. അപ്പോൾ നമുക്കതൊരു സ്റ്റാർട്ടർ പോലെ നമുക്കത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് ബീഫ് തന്നേക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കുറച്ച് ഹാർഡായിരുന്നു, ബട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടറാണ്, സോ അതുകൊണ്ടാണ് ഹാർഡായിട്ട് വെച്ചത്. പിന്നെ ഉള്ളത് പപ്പ എടുക്കുന്നത് പോക്കാണ്. പോക്ക് വിത്ത് സോസ്, അടിപൊളി സോസ് ആയിരുന്നു. നല്ല സ്പൈസി ഒന്നുമില്ല, ബട്ട് നല്ലൊരു ഫ്ലേവർ ആയിരുന്നു. ഞാൻ ആക്ച്വലി ഇതൊക്കെയാണ് കൂടുതലും ഞാൻ കഴിച്ചത് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതെ, പപ്പ പിന്നെ മട്ടണിലേക്കാണ് അറ്റാക്ക് ചെയ്തത്. മട്ടൺ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് ആയിരുന്നു നമുക്ക് വരുന്നത്. സോ ഇതാണ് എൻ്റെ പ്ലേറ്റിൽ കിടക്കുന്ന ഫുഡ്. ഞാൻ ചോറൊന്നും ട്രൈ ചെയ്തില്ല. സോ ഇതൊക്കെയാണ് ഞാനിപ്പോൾ എല്ലാ നോൺ വെജ് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്തേക്കുന്നത്. ഞാൻ പക്ഷെ അങ്ങനെയല്ല, ഞാൻ വെജും അങ്ങനത്തെ ഇതൊക്കെയാണ് ട്രൈ ചെയ്തത്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. എൻ്റെ പ്ലേറ്റ് ക്ലോസപ്പിൽ എടുത്തേക്കണേന്ന്. പോർക്ക്, ചിക്കൻ, ഞാൻ വെജിറ്റബിൾ എടുത്തു. ഞാൻ സെയിം വെജീസ് എടുത്തു. പിന്നെ എന്താ ലേഡീസ് ഫിംഗർ ഫ്രൈ, പിന്നെ എടുത്തു പാസ്ത. എന്റെ പാസ്ത ഉള്ളത്. പിന്നെ എന്തായിരുന്നു ഞാൻ മറന്നു. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി, നല്ല എമ്മി. വെജിറ്റബിളാ. സോ മമ്മിയുടെയും പപ്പയുടെയും പ്ലേറ്റ് നോക്കിയാൽ ഫുള്ളായിട്ട് റൈസും ചിക്കൻ കറിയും ഫിഷ് കറിയും
ബീഫ് കറിയും എല്ലാ സാധനവും മിക്സ് ആയിട്ടായിരുന്നു. ഞാൻ എടുത്തിരിക്കുന്നത് കേർഡ് റൈസ് എടുത്തു, പുലാവ് എടുത്തു, ഒരു മാംഗോ പിക്കിൾ, സലാഡ് പറഞ്ഞാൽ ക്യാരറ്റും ടൊമാറ്റോ മാത്രം എടുത്തുള്ളൂ. പിന്നെ നമ്മുടെ കപ്പയും നമുക്ക് കിനുവിന്റെ പ്ലേറ്റിലോട്ട് നോക്കാം. തോരൻ, ഫിഷ് കറി, മീനച്ചാറ്, ചോറ്. സോ മമ്മി എല്ലാ ചോറ് ഇതൊക്കെ മതിയാക്കിയിട്ട് ലാസ്റ്റ് ഡെസേർട്ടിലേക്ക് പോയി. അപ്പോൾ ഡെസേർട്ടിലിട്ട് സേമിയ പായസമാണ് മമ്മി കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള സേമിയ പായസമായിരുന്നു. മമ്മി പറഞ്ഞ പായസത്തിന് ഉപ്പോണോ അതല്ലേ ഭയങ്കര മധുരം തന്നെ ഓർമ്മ. അപ്പ എടുക്കുന്നത് സേമിയ പായസം തന്നെയാണ്. ഞാൻ എപ്പോഴും സേമിയ പായസം കഴിക്കുന്നതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല, ഞാൻ പപ്പനെ പറ്റിച്ചു. ഞാൻ വന്നിട്ട് എന്ത് വരുന്നത് ഇത് കസ്റ്റേർഡിലാണ്, മറ്റേ ജാമുൻ അല്ലേ? യെസ്, കസ്റ്റർഡ് ജാമുനോ അങ്ങനെ ഉണ്ട്, നല്ല ഫ്ലേവർ ആണ്. യെസ്, ഞാൻ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു വെറൈറ്റിയിൽ കഴിക്കണേ കേട്ടോ. ഞാൻ കസ്റ്റേർഡ് അതിന്റെ ടേസ്റ്റ്, എനിക്ക് കസ്റ്റേർഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. സോ ഞാൻ കസ്റ്റേർഡ് ടേസ്റ്റ് ചെയ്ത് നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റ്. നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര മധുരമാണ്, ആക്ച്വലി മധുരമേ ഇല്ല, ലൈറ്റ് മധുരമേ ഉള്ളത്, നമുക്ക് കഴിക്കാന്നുള്ള രീതിയിലാണ്. സോ ഇനി അപ്പനും മോളും കൂടെ ഫുള്ളായിട്ട് ഇനി ഡെസേർട്ട് മാത്രമേ ഇനി ട്രൈ ചെയ്യുള്ളൂ. വേറെ ഫുഡൊന്നും കഴിച്ചില്ല. ഇവര് അതാണ് കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ തുടങ്ങി അങ്ങോട്ട് മുഴുവനും അവരുടെ ഘോഷയാത്രയാണ്. യെസ്, എന്താ വെച്ചാൽ ഞങ്ങളുടെ ഡേ അല്ലേ, എന്റെ പപ്പയുടെയും ബർത്ത്ഡേ ഒരുമിച്ചില്ല ആവശ്യം. അപ്പം ഞങ്ങളുടെ ഡേ ആണ് ഞങ്ങൾക്ക് ആഘോഷിക്കേണ്ടതെന്ന്. അടുത്തത് പ്ലാനിങ്, ഇന്നത് എടുക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആയി. സ്വീറ്റ്സ് കാണുമ്പോൾ എനിക്കൊരു വികാരമാണിരുന്നത്, അപ്പൊ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ. ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തു. സൂപ്പർ കാരമൽ. അലു എത്ര ഭാഷയിൽ അലുവാണ് ബ്രൗണി. ഇത് കട്ട് ചെയ്ത് കൊടുക്കണം, ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ എടുത്ത് കൊടുക്ക്. അതെടുത്ത് കൊടുക്ക്. റെഡ് വെൽവെറ്റ് ഈ കേക്ക് വേണോ? അതുപോലെ വെറുതെ ആരും കട്ട് ചെയ്തില്ല. ഹാപ്പി ബർത്ത്ഡേ ടു മീ.
വെരി സോറി. ഇത് വേണ്ട. മധുരം കുറവാ. സൂപ്പർ. നോക്കട്ടെ. ഒരു മധുരം കുറവാ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് യമ്മി. സോറി. കുഴപ്പമില്ല. ഉണ്ട്. ഈ പാത്രം വെച്ചാൽ കാണിക്കാതിരിക്കാനാ വീഡിയോ. അതെയോ? വേണ്ട പക്ഷെ എനിക്ക് മാത്രം അത് എടുത്തു കഴിഞ്ഞിട്ട് വെള്ളത്തിൽ മുക്കണം, എന്നിട്ട് അടുത്തെടുക്കാൻ പാടുള്ളൂ. എനിക്ക് വേണ്ട, തിന്നു കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട. ഞാൻ ഇയാളൊക്കെ കൊടുക്കണത് ഇതിനെ പോലെ ഒരു പിന്നോട്ടിട്ട് സോ ഗൈസ്, നമ്മള് ലഞ്ച് കഴിഞ്ഞായിരുന്നു. സോ അടിപൊളിയായിട്ടുള്ള ഫുഡുകളായിരുന്നു ഫുള്ളും വരുന്നത്. സോ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ കേക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതായത് ഞങ്ങൾ എൻ്റെ ഒരു കട്ടിയുടെ കേക്കാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അധികം അത്ര ഒത്തിരി ഷുഗർ ആയിട്ടൊന്നും ഇല്ല, നോർമൽ ആൾക്കാർക്ക് കഴിക്കാന്നുള്ള രീതിയിലാണ് കേക്കും വരുന്നത്. ഓവറോൾ നല്ല അടിപൊളിയായിരുന്നു. റിനയില് ഞങ്ങൾ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുള്ള, എന്നാൽ ഈ ലഞ്ചിന് ഫസ്റ്റ് ടൈം ആണ്. സോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മമ്മിക്കും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. മിണ്ടി. സോ നമ്മള് 100% റെക്കമെൻഡ് ചെയ്യണ ഒരു ലഞ്ച് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണ്. അതെ, ഡിന്നർ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. സോ നല്ല അടിപൊളി ഫുഡായിരുന്നു. സോ നമ്മളുടെ ഇവിടുത്തെ ഫുഡ് ഞാൻ റേറ്റിംഗ് ഇടണമെങ്കിൽ 5ൽ 5 തന്നെ ഞാൻ കൊടുക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. ബൈ Bye.